ഇന്നുണ്ടല്ലോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത 2 വർക്കുകൾക്കും നെഗറ്റീവ് റിവ്യൂ കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഇത് നമുക്ക് ചെയ്യാനുള്ളത് 2 ഹാമ്പേഴ്സ് ആയിരുന്നു. ഒന്നൊരു വെഡ്ഡിങ് വർക്കും, അതായത് ബ്രൈഡിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറും, രണ്ടാമത്തേത് ഒരു ബർത്ത്ഡേ ഹാമ്പറുമായിരുന്നു. രണ്ടും ഇന്നലെ വന്ന വർക്കായിരുന്നു. നോട്ട് ദ പോയിന്റ്. രണ്ടും അർജൻറ്റ് ഓർഡേഴ്സ് ആയിരുന്നു. എങ്കിലും നമ്മളത് കമ്മിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് തൊട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മോർണിംഗ് ടാസ്ക്. സോ എൻ്റെ മോനെ ഉറക്കിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആദ്യം ഇറങ്ങിയത്. പർച്ചേസിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഓഫീസിലെത്തി അവിടെ വെച്ച് സെറ്റ് ചെയ്യാമെന്നും പ്ലാൻ ചെയ്തു. ഈ അർജൻറ്റ് ഓർഡേഴ്സ് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേജിലെ വർക്ക്സിൻ്റെ ഫോട്ടോസോ വീഡിയോസോ എക്സ്പെക്ട് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സിന് നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാറില്ല എന്നുള്ളതാണ്. സോ ഇവിടെ ഒന്നാമത്തെ കസ്റ്റമറുടെ നെഗറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ആൾ എക്സ്പെക്ട് ചെയ്ത പോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. രണ്ടാമത്തെ കസ്റ്റമറുടേത് നമ്മൾ ഒട്ടിപ്പോ അതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത മെത്തേഡും ഒന്നും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അയാളത് ഓപ്പണായിട്ട് വോയിസ് ആയിട്ട് പറയുകയും ചെയ്തു. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു വർക്കിൽ. നമ്മൾ അതിന് അവരവിടേക്ക് എത്തിക്കുമ്പം പറ്റിയ മിസ്റ്റേക്കാണോ അതോ നമ്മുടെ കയ്യിൽ നമ്മളതൊരു ഷോപ്പിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്കത് പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോപ്പിൽ ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ നിന്ന് പറ്റിയ മിസ്റ്റേക്കാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അത് പ്രോപ്പർ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കസ്റ്റമറുടെ നെഗറ്റീവ് റിവ്യൂ. മക്കളുള്ള ഓരോ അമ്മമാർക്കും മനസ്സിലാവുണ്ടാവും, അതായത് അവരിടുന്ന എഫേർട്ട്, അതായത് ഫീഡിങ് മദറും കൂടെ ആണെങ്കിൽ അവരുടെ ആ ഒരു ഫീഡിങ് ടൈമൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്ക്സും കമ്മിറ്റ് ചെയ്യുന്നതും അത് അവർക്ക് ചെയ്തു കൊടുക്കുന്നതും. എനിവേയ്സ്, ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വർക്കിൻ്റെ ഔട്ട്പുട്ട്.